ഹലോ. ഇപ്പോൾ ഒരാഴ്ച ക്ലാസ്സൊന്നും ഇല്ലാണ്ട് വീട്ടിലിരുന്ന് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ക്ലാസ്സിലേക്ക് പോവാം. തണുപ്പൊക്കെ നല്ലോണം കൂടിയിട്ട് വയ്യ. ഈ തണുപ്പത്ത് മൂക്കെല്ലാം ഇടിച്ച് വരച്ചാൽ ചുമന്നു. ഇവിടുന്ന് എൻ്റെ റൂമിൽ നിന്ന് ഒരു ആവറേജ് സ്പീഡ് നടന്ന ഒരു 30-25 മിനിറ്റ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാലം കയറി വേണം, താഴെ റെയിൽവേ ട്രാക്കാണ്. ബാക്കി വിശേഷങ്ങൾ സൗണ്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കോളേജിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 സിഗ്നൽ കഴിഞ്ഞിട്ട് വേണം കോളേജിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സിഗ്നലാണിത്. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആ ബട്ടൺ ഞെക്കി വെച്ച് വേണം അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സിഗ്നൽ കാണിക്കും. അങ്ങനെ 2 സിഗ്നൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാറ്. ഫസ്റ്റ് സിഗ്നൽ ഇനിയിപ്പോൾ ഉള്ളതാണ് ഈ സെക്കൻഡ് സിഗ്നൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കോളേജെത്തി. ഇതാണ് നമ്മുടെ കോളേജ്. അയ്യോ, തണുപ്പാറ്. ഈ തണുപ്പത്ത് സംസാരിക്കാനേ പറ്റണില്ല, തണുപ്പത്ത് ശ്വാസം മുട്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കോളേജ്. ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ ക്ലാസ് നടക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയാണ്. ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയതാണ് ഐ ഡി കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ആണ് നമ്മുടെ അറ്റൻഡൻസ് കൊടുക്കുന്നതും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് ക്ലാസ്സിൽ കയറുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറി. ഇവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവിടെ ഈ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഇത് ഞങ്ങൾ പ്രിൻ്റ് എടുക്കാനായിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 2 സെക്ഷൻ ക്ലാസ് ഒരിടത്ത് തന്നെ ഇരുത്തിയെടുക്കും. ഇങ്ങനെയാണോ എന്തോ. ഇത് പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. എൻ്റെ നേരെ ഫ്രണ്ട് ഇരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇപ്പോൾ ഈ പ്രിൻ്റ് എടുക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു നേപ്പാളി പയ്യനാണ്. മറ്റേതൊരു കെനിയ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിറങ്ങി. 4:30 വരെയാണ് ക്ലാസ്സുള്ളത്. പക്ഷേ ഇവിടെ 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഇപ്പോൾ 4:30 ആയപ്പോഴത്തേക്കും ഇത്രയും ഇരുട്ടായി. നല്ല ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് വേണം നമുക്കിനി റബ്ബർ വെട്ടാൻ പോകുന്ന പോലെയൊക്കെ വീട്ടിൽ പോകാം. എങ്ങനെയൊക്കെയോ ഈ ഇരുട്ടത്ത് തപ്പിയും നടഞ്ഞും വീട്ടിലെത്തി. അപ്പോൾ ഇനി പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.